തലസ്ഥാനത്തെ നവരാത്രി ആഘോഷങ്ങൾക്കായി പത്മനാഭപുരത്തു നിന്നുമുള്ള നവരാത്രി വിഗ്രഹങ്ങളുടെ എഴുന്നള്ളത്ത് ശനിയാഴ്ച രാവിലെ ആരംഭിച്ചു. ഘോഷയാത്രയിൽ സംഗമിക്കാൻ ശുചീന്ദ്രം 300 വിഗ്രഹത്തെ പത്മനാഭപുരത്ത് വെള്ളിയാഴ്ച വൈകിട്ട് എഴുന്നള്ളിച്ചു. ശുചീന്ദ്ര ക്ഷേത്രത്തിൽ രാവിലെ പ്രത്യേക പൂജകൾക്ക് ശേഷം 9:20 300 പുറത്തേക്ക് എഴുന്നള്ളിച്ചത്. പല്ലക്കിൽ എഴുന്നള്ളിയ ദേവിക്ക് കേരള, തമിഴ്നാട് പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകി. ശുചീന്ദ്രം സ്ഥാനുമാലയ ക്ഷേത്രത്തെ വലം വച്ചാണ് യാത്ര തിരിച്ചത്. വൈകിട്ടോടെ പത്മനാഭപുരത്ത് എത്തി. പത്മനാഭപുരം കൊട്ടാരത്തിലെ ഉപ്പിരിക്ക മാളികയിൽ ശനിയാഴ്ച രാവിലെ 7:30 ഉടവാൾ കൈമാറ്റം നടന്നു. മന്ത്രി കടകംപള്ളി രാമചന്ദ്രൻ, കേരളത്തിലെയും തമിഴ്നാട്ടിലെയും വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. 300 വേളിമല കുമാരസ്വാമിയുടെയും അകമ്പടിയോടെ സരസ്വതി ദേവി തിരുവനന്തപുരത്തേക്ക് എഴുന്നള്ളി. 20-ാം തീയതി ശനിയാഴ്ച രാത്രി കുഴുത്തുറ മഹാദേവ ക്ഷേത്രത്തിൽ ഇറക്കിപ്പൂജ നടത്തും. 21-ാം തീയതി ഞായറാഴ്ച രാവിലെ കുഴുത്തുറയിൽ നിന്നും തിരിച്ച് ഉച്ചയ്ക്ക് കളിയിക്കാവിളയിൽ വിഗ്രഹങ്ങൾക്ക് സ്വീകരണം നൽകും. ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പങ്കെടുക്കും. ഇന്ന് കാണുന്ന രീതിയിൽ ക്രമപ്പെടുത്തിയതിനു ശേഷം നടക്കുന്ന 186ാമത് വിഗ്രഹ ഘോഷയാത്രയ്ക്കാണ് തുടക്കമാകുന്നത്. സ്വാതി തിരുനാളിൻ്റെ നിർദ്ദേശാനുസരണം 1839 മുതലാണ് ഘോഷയാത്രയ്ക്ക് ഈ ചിട്ടയും സൗന്ദര്യവും ഉണ്ടായത്. വിദ്യയുടെയും സുകുമാര കലകളുടെയും പൂജയ്ക്ക് സരസ്വതി ദേവി, ആയുധ പൂജയ്ക്ക് ദേവസേനാധിപനായ മുരുകൻ, ശക്തി പൂജയ്ക്ക് 300 ഇതായിരുന്നു നവരാത്രി പൂജയുടെ ദേവസങ്കല്പം. നവരാത്രി സംഗീതോത്സവത്തിന് തുടക്കം കുറിച്ചതും സ്വാതി തിരുനാളാണ്. വേലുത്തമ്പി ദളവയുടെ അമ്മ കാണിക്ക വച്ചതാണ് കുമാരസ്വാമിയെ എഴുന്നള്ളിക്കുന്ന വെള്ളിക്കുതിര. വിഗ്രഹ ഘോഷയാത്ര പുറപ്പെടും മുൻപ് വെള്ളിക്കുതിരയെ ചുവന്ന വട്ടിൽ പൊതിഞ്ഞ് ആചാരപരമായി കൊണ്ടുവരും. കരമന ആവടിയമ്മൻ ശിവക്ഷേത്രത്തിലെത്തുമ്പോൾ പട്ടുതുണി മാറ്റി അലങ്കരിക്കും. പല്ലക്കിൽ എഴുന്നള്ളിച്ചെത്തിക്കുന്ന വേളിമല മുരുകന്റെ വിഗ്രഹത്തെ അവിടെ വച്ച് വെള്ളിക്കുതിര പുറത്തേറ്റും.